ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ എന്ന ടോപ്പിക്കാണ് കേട്ടോ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. പിന്നെ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. ഓക്കെ, അപ്പോൾ കേരളത്തിലെ എത്ര ദേശീയോദ്യാനങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് 6 ആണ് കേട്ടോ. കേരളത്തിലെ എത്ര ദേശീയോദ്യാനങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വരുന്നത് 6 ആണ് വരുന്നത്. പക്ഷേ PSC ഉത്തര സൂചികയിൽ 5 എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 5 എണ്ണം പഠിച്ചാൽ മതി. ശ്രദ്ധിക്കുക, നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 6 എണ്ണം ഉണ്ട്. 6ാമത്തെ വരുന്നത് പെരിയാറാണ് നമുക്ക്. പക്ഷേ PSCയുടെ ബേസിസിൽ നമുക്ക് ആദ്യത്തെ 5 എണ്ണം പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് 5 എണ്ണം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം വരുന്നത് ഇരവിക്കുളം ദേശീയോദ്യാനം, പിന്നെ സൈലന്റ് വാലി ദേശീയോദ്യാനം, പിന്നെ മതികെട്ടാൻചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല. 6ാമത് വരുന്നത് ഏതാണ്? പെരിയാറാണ്. നമുക്കത് പഠിക്കാനില്ല, നമ്മുടെ ബേസിസിൽ നമുക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. ഏതൊക്കെയാണ് 5 എണ്ണം? ഇരവിക്കുളം ദേശീയോദ്യാനം, സൈലന്റ് വാലി ദേശീയോദ്യാനം, മതികെട്ടാൻചോല, ആനമുടിച്ചോല, പാമ്പാടും ചോല. ഇതിൽ സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. ബാക്കി വരുന്ന 4 എണ്ണവും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. ഏതാ ജില്ല എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ പഠിക്കാൻ സുഖമാണ്. സൈലന്റ് വാലി ഒഴിച്ച് ബാക്കി 4 എണ്ണം എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് വരുന്നത് കേട്ടോ. ഇരവിക്കുളം ദേശീയോദ്യാനം ഇടുക്കി, മതികെട്ടാൻചോല ഇടുക്കി, ആനമുടിച്ചോല ഇടുക്കി, പാമ്പാടും ചോല ഇടുക്കി കേട്ടോ. സൈലന്റ് വാലി വരുന്നത് പാലക്കാട് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഇരവിക്കുളത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇരവിക്കുളം ദേശീയോദ്യാനത്തിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്കറിയാം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 1975. 1975 ഇരവിക്കുളം ദേശീയോദ്യാനം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം കേട്ടോ. ശ്രദ്ധിക്കുക, വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷമാണ് പറഞ്ഞിട്ടുള്ളത് 1975 എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വർഷങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഏത് ജില്ല, ഏത് താലൂക്ക് ആണെന്നൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിക്കുമ്പോൾ 1978 എന്ത്? ഇരവിക്കുളം ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം വരുന്നത് 1978 ഇരവിക്കുളം ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം 1978. ഇതിൻ്റെ വിസ്തീർണം വരുന്നത് 97 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, വിസ്തീർണം അറിഞ്ഞിരിക്കുക കേട്ടോ, അതറിഞ്ഞിരിക്കണം. നമുക്ക് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരും. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഏത്? ഇരവിക്കുളം ദേശീയോദ്യാനം. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ വരാം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണെന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഏത് പറയണം? ഇരവിക്കുളം ദേശീയോദ്യാനം പറയണം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവിക്കുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ. അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഹിമാലയത്തിന് തെക്ക് ഇന്ത്യയിലുള്ള ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇരവിക്കുളം ദേശീയോദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആനമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ഹിമാലയത്തിന് തെക്ക് ഇന്ത്യയിലുള്ള ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണെന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക? ഇരവിക്കുളം ദേശീയോദ്യാനത്തിലാണ് നമ്മൾ ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ,
ക്ലിയർ ആയെന്ന് വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ഇരവിക്കുളം ദേശീയോദ്യാനം പഠിക്കുമ്പോൾ പഠിച്ചു വയ്ക്കേണ്ടതാണ്. ആനമുടി, അതായത് ഹിമാലയത്തിലെ തെക്കിന്ത്യയിലുള്ള ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായിട്ടുള്ള ആനമുടി ഏത് ദേശീയോദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇരവിക്കുളം ദേശീയോദ്യാനം. അതുപോലെ തന്നെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്നുള്ളതിനും ഉത്തരം എന്ത് തന്നെയാണ് വരുന്നത്? ഇരവിക്കുളം ദേശീയോദ്യാനമാണ് ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണെന്നുള്ളതിന് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ജില്ല ഏതാന്ന് പറഞ്ഞിരുന്നു? ഇടുക്കിയാണ് ജില്ല എന്ന് പറഞ്ഞിരുന്നു. ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഏതാണ് താലൂക്ക് എന്നുള്ളത്. അപ്പോൾ ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരുന്നത് ദേവിക്കുളം താലൂക്കാണ്. ശ്രദ്ധിക്കുക, ദേവിക്കുളം താലൂക്കാണ് ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം കൂടിയാണ് ഏത്? ഇരവിക്കുളം ദേശീയോദ്യാനം. ശ്രദ്ധിക്കുക, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം കൂടിയാണ് ഏത്? ഇരവിക്കുളം. അപ്പം നമുക്കറിയാം ഇവിടെ എന്തുണ്ട്? ധാരാളമായിട്ട് വരയാടുകൾ, വരയാട്, സിംഹവാലൻ കുരങ്ങ് ഉൾപ്പെടെ വിവിധ തരം കുരങ്ങുകൾ, മാന്, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചേക്കേണ്ടതാണ് വരയാടിൻ്റെ സയൻറ്റിഫിക് നെയിം അല്ലേ, ശാസ്ത്രീയ നാമം ഹൈലോക്രോയിസ് ടാഗസ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതേതാണെന്ന് നമ്മൾ പഠിച്ചേക്കുക വരയാടിൻ്റെ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത്, ഇപ്പം നമ്മൾ ഇരവിക്കുളം ദേശീയോദ്യാനം ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി നമുക്ക് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്ഥിതി ചെയ്യുന്ന ജില്ല ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. സൈലന്റ് വാലി മാത്രം നോട്ട് ചെയ്ത് വെക്കുക, പാലക്കാടാണ്. ബാക്കിയുള്ളതൊക്കെ എവിടെയാണ് വരുന്നത്? ഇടുക്കിയിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, താലൂക്ക് വരുന്നത് മണ്ണാർക്കാടാണ്. ഇവിടെ താലൂക്ക് വരുന്നത്. ജില്ല പാലക്കാട്, താലൂക്ക് മണ്ണാർക്കാട്. ഇനി സൈലന്റ് വാലിയിൽ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈലന്റ് വാലിയിൽ കൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സൈലന്റ് വാലിയിൽ കൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. എന്നാൽ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം തൂതപ്പുഴയാണ്. രണ്ട് ക്വസ്റ്റ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഉത്തരം. ഓക്കെ, ആ ഉത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? മാറിപ്പോവാം. അപ്പോൾ അതിങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. സൈലന്റ് വാലിയിൽ കൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ, ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. ഓക്കെ, വിസ്തീർണം 89 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, തുടങ്ങിയ വർഷം ഏതാണ്? വർഷം നോട്ട് ചെയ്ത് വെക്കുക. 1984. വർഷം ഏതാണ്? 1984. എന്നാൽ എന്താണ് ഉദ്ഘാടനം കഴിച്ചത് എന്നാണ്? 1985 സെപ്റ്റംബർ 7 കേട്ടോ. 1985 സെപ്റ്റംബർ 7 ഉദ്ഘാടനം കഴിപ്പിച്ചത്. ഓക്കെ, ഇനി ഉദ്ഘാടനം കഴിപ്പിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക, വ്യക്തിയും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഈ ഒരു ഭാഗത്തുനിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വർഷം, അതുപോലെ തന്നെ വർഷം 1984 ഉദ്ഘാടനം, പക്ഷേ 1985 സെപ്റ്റംബർ 7 കേട്ടോ. ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ നമുക്ക് സൈലന്റ് വാലിനെ പറ്റി പഠിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ഒരു ബോട്ടണിസ്റ്റ് ആണ്. ആരാണ്? റോബർട്ട് വൈറ്റ് കേട്ടോ. ഓക്കെ, പേര് നിർദ്ദേശിച്ച വ്യക്തിയുടെ പേരെന്താണ്? റോബർട്ട് വൈറ്റ് ആണ് പേര് നിർദ്ദേശിച്ച വ്യക്തിയുടെ പേര് കേട്ടോ. ഓക്കെ, ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച സൈലന്റ് വാലി ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണെന്ന് നമുക്ക് ചോദിക്കാം. 2007 സൈലന്റ് വാലി ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം. ശ്രദ്ധിക്കുക, സൈലന്റ് വാലി ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം വരുന്നത് 2007 കേട്ടോ. സൈലന്റ് വാലി ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം 2007. അതുപോലെ തന്നെ പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ഒരു ബോട്ടണിസ്റ്റ് ആണ്. ആരാണ്? റോബർട്ട് വൈറ്റ് കേട്ടോ. ഈ ഒരു രണ്ട് ക്വസ്റ്റ്യനും കൂടിയും ഈ ഭാഗത്ത് സൈലന്റ് വാലിനെ പറ്റിയിട്ടുള്ള ടോപ്പിക്കിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സിംഹവാലൻ കുരങ്ങുകളൊക്കെ നമുക്ക് ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതായത് സിംഹവാലൻ കുരങ്ങുകളൊക്കെ എന്തിൽ കാണപ്പെടുന്നുണ്ട്? സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിംഹവാലൻ കുരങ്ങൻ്റെ ശാസ്ത്രീയ നാമം ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. മക്കാക സിലനസ് ആണ് സിംഹവാലൻ കുരങ്ങൻ്റെ ശാസ്ത്രീയ നാമമായിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു പോർഷൻ പഠിക്കുമ്പോൾ അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ വരയാട് അതിൻ്റെ ശാസ്ത്രീയ നാമം പറഞ്ഞു. ഇനി നമ്മൾ ഇവിടെ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നത് എന്താണ്? സിംഹവാലൻ കുരങ്ങൻ കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസസിൽ അതിൻ്റെയൊക്കെ ശാസ്ത്രീയ നാമം കൂടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാം. നമുക്ക് ഈ ഭാഗത്തുനിന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് ഇതിന്ന് ചോദിക്കാനുള്ള മാക്സിമം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ പറയുന്നതിൻ്റെയൊക്കെ ശാസ്ത്രീയ നാമം കൂടി പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ആദ്യത്തേതും അതുപോലെ തന്നെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവിക്കുളം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനമാണ് ഏത്? സൈലന്റ് വാലി ദേശീയോദ്യാനം. ഓക്കെ, കേരളത്തിലെ രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനമാണ് ഏത്? സൈലന്റ് വാലി ദേശീയോദ്യാനം. അതേപോലെ തന്നെ സൈലന്റ് വാലി ദേശീയോദ്യാനം അറിയപ്പെടുന്നതാണ് കേരളത്തിലെ നിത്യഹരിത വനം അല്ലെങ്കിൽ കന്യാവനം. ഇതൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? സൈലന്റ് വാലിയാണ്. ശ്രദ്ധിക്കുക, കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് ഏതാണ്? സൈലന്റ് വാലിയാണ്. അതേപോലെ കേരളത്തിലെ കന്യാവനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ചോദിച്ചാലും ഏത് തന്നെയാണ്? ഓക്കെ, സൈലന്റ് വാലിയാണ് കേട്ടോ. അപ്പോൾ സൈലന്റ് വാലി അറിയപ്പെടുന്നത് ഏതാണെന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കുക. പിന്നെ സൈലന്റ് വാലി എന്ന പേര് നമ്മൾ സൈരന്ധ്രി എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം അതിൻ്റെ മീനിങ് വരുന്നത് പാഞ്ചാലിയുടെ പര്യായമായിട്ടാണ് നമ്മളത് കണക്കാക്കുന്നത്. ഓക്കെ, സൈരന്ധ്രി. അപ്പോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ സൈലന്റ് വാലിയാണ് കേട്ടോ. ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? സൈലന്റ് വാലിയാണ്. ശ്രദ്ധിക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? സൈലന്റ് വാലി. ഞാൻ ഓൾറെഡി പറഞ്ഞു, സൈരന്ധ്രി എന്ന് പറഞ്ഞാൽ പാഞ്ചാലിയുടെ പര്യായമാണ് കേട്ടോ. നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് ഏതാണെന്ന് നോക്കുക. അതിനെ റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ചും ചോദിച്ചാൽ നമുക്കറിയാം. പാഞ്ചാലി എന്ന് കേൾക്കുമ്പോൾ അറിയാം അല്ലേ? അത് ആകെ ഒന്നിലേ പറയുന്നുള്ളൂ. ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ് നമ്മൾ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? സൈലന്റ് വാലി ആണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, മഴക്കാട്. ഓക്കെ, ജൈവ വൈവിധ്യമുള്ള ഒരു നാഷണൽ പാർക്കൊക്കെയാണ് ഇത് നമ്മുടെ സൈലന്റ് വാലി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദേശീയോദ്യാനം 5 പഠിക്കാനുള്ളതിൽ 2 ആദ്യത്തെ 2 പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ബാക്കി 3 പറ്റി, അതെന്തായാലും ഇത്രയ്ക്ക് അധികം പഠിക്കാനില്ല. പിന്നെ നമുക്ക് ഈ ഭാഗത്തുനിന്ന് വരാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്